ഹായ് ഫ്രണ്ട്സ്, രത്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ കടലാസ് ചെടികളിൽ നല്ല ഹെവി ഫ്ലവറിങ് ഉണ്ടാകുവാൻ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്നതാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ചില ചെടികളിലൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്, ചിലതിൽ പൂക്കൾ കുറവുമാണ്. പൂക്കൾ കുറവുള്ള ചെടികൾക്കാണ് നമ്മൾ ഇനി വീണ്ടും വളം കൊടുക്കേണ്ടത്. ഇങ്ങനെ പെട്ടെന്ന് ഈ ഫ്ലവറിങ് ബൂസ്റ്റർ കൊടുക്കുകയാണെങ്കിൽ ചെടികളിൽ നിറഞ്ഞു പൂക്കളുണ്ടാവും. ഈ ചെടിയൊക്കെ നല്ല വെയിലത്താണ് ഇരിക്കുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ചെടികളെ നല്ല വെയിലത്ത് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുപ്പിച്ച് നല്ല മഴ പെയ്തു. അതോടുകൂടി നല്ല കുലകുലയായി ഉണ്ടായിരുന്ന പൂക്കളിൽ എല്ലാം താഴേക്ക് തൂങ്ങി 2 ദിവസത്തെ മഴ ആയപ്പോൾ തന്നെ അതെല്ലാം കൂടി കുറേ എല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ കൊഴിഞ്ഞ പൂക്കളും വാടി നിൽക്കുന്ന പൂക്കളും എല്ലാം പറിച്ചു കളഞ്ഞ് അവയെ വൃത്തിയാക്കിയെങ്കിലേ അവ നന്നായിട്ട് ഇനി പൂത്തു വരികയുള്ളൂ. ഇത് ലേഡി സൈറയുടെ ചെടിയാണ്. നോക്കൂ, അതിൻ്റെ കളർ കോമ്പിനേഷൻ. അതിൻ്റെ മുട്ടുകൾ ഉണ്ടായി വരുന്ന സമയത്ത് ചെങ്കൽ കളറായിരിക്കും, പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഈ കളറിലേക്ക് മാറും. എത്ര മനോഹരമാണ് ഇതിൻ്റെ പൂക്കളെന്ന് നോക്കൂ. 4 വയസ്സുള്ള ഒരു ചെടിയാണിത്. ഒരു പ്രാവശ്യം ഇത് നന്നായിട്ട് പൂത്തിരുന്നു. ഈ വർഷം ഇത് 2ാമത്തെ പൂക്കളാണ്. ആദ്യ പൂക്കൾ മങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ പൂക്കളൊക്കെ അടർത്തി മാറ്റി കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ മോശമായിട്ടുള്ള ഇലകളും മൂത്ത ഇലകളും ഒക്കെ അടർത്തി കളഞ്ഞു. ഇങ്ങനെ ചെടികളുടെ പൂക്കളൊന്നും മങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏത് പൂച്ചെടിയാണേലും അതിൻ്റെ പൂവെന്ന ഭാഗം മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പുതിയ പൂക്കൾ പെട്ടെന്ന് വരും. അതുപോലെ തന്നെ ഈ ബോഗൺവില്ലയ്ക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പഴയ പൂക്കളെല്ലാം ഒന്ന് പറിച്ച് മാറ്റി കൊടുത്താൽ പെട്ടെന്ന് അവിടെ നിന്ന് പൂക്കൾ വീണ്ടും വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതിൻ്റെ മോശമായിട്ടുള്ള ഇലകളും പഴയ ഇലകളും പറിക്കുമ്പോൾ ആ ഇലകളുടെ നോഡിൽ നിന്നും നല്ല തളിർപ്പുകൾ വരും. ആ തളിർപ്പുകളിലായിരിക്കും നല്ലപോലെ പിന്നെയും നിറഞ്ഞു പൂക്കാനുള്ള പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഈ പൂക്കളിങ്ങനെ നിറഞ്ഞു പൂക്കണമെങ്കിൽ അതിന് നല്ല വളം കൊടുക്കണം. ആ വളമാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഒരു ഫ്ലവർ ബൂസ്റ്ററാണ്. ഈ ഫ്ലവർ ബൂസ്റ്റർ ഇട്ട് കൊടുത്തപ്പോഴാണ് ഈ ചെടി ഇതുപോലെ പൂത്തത്. ഈ ട്രൈക്കളറ് ഇപ്പോൾ 2ാമത് പൂക്കുന്നതാണ്. ഇപ്പോൾ കണ്ട് മുട്ടുകളും പൂക്കളും വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഈ ഫ്ലവർ ബൂസ്റ്റർ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇതിനിപ്പോൾ ഇങ്ങനെ പൂക്കൾ വീണ്ടും ഉണ്ടായത്. ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയിരിക്കുന്ന ചെടി ആയതുകൊണ്ട് ആദ്യ തവണ പൂക്കൾ വന്നപ്പോൾ അത് മങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ അഗ്രഭാഗങ്ങൾ കട്ട് ചെയ്തിരുന്നു. എന്നിട്ടാണ് ഫ്ലവർ ബൂസ്റ്റർ ഇട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പൂക്കൾ. ഇതിപ്പോൾ ബാക്കിയുള്ള ഈ ചെറിയ ചെടികൾ എല്ലാം ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ നട്ടുകൊടുത്ത ചെടികളാണ്. ആ ചെടികളും ഇതുപോലെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. എല്ലാ ചെടികളും നന്നായിട്ട് പൂത്തിപ്പോൾ നിൽക്കുന്നത് ഈ ഫ്ലവർ ബൂസ്റ്റർ ഇതിനും കൊടുത്തതുകൊണ്ടാണ്. ചെറിയ ചെടികൾക്ക് ചെറിയ തോതിലേ കൊടുക്കാവുന്നേ ഉള്ളൂ. അതിനും ഈ കൊച്ചു ചെടികൾ കൂടക്കകത്ത് നിൽക്കുന്നതിനും നമുക്ക് ഈ ഫ്ലവർ ബൂസ്റ്റർ കൊടുക്കാവുന്നതാണ്. ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ചെടിയാണിത്. എങ്കിലും അതിൽ ധാരാളം പൂക്കളുണ്ടായി. കണ്ടോ, ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. ആ ബ്രാഞ്ചുകളിലൊക്കെ പൂക്കളാണ്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചെടി ആയതുകൊണ്ട് ഇതിന് ഫ്ലവർ ബൂസ്റ്റർ കൊടുത്തു. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൂത്തത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയാണ്. നോക്കിയാൽ 2 ബ്രാഞ്ചുണ്ട്. ഈ 2 ബ്രാഞ്ചിലും പൂമുട്ടുകളുണ്ട്. ലേഡി സൈറ എന്ന് പറയുന്ന ചെടിയിൽ നിന്നും കമ്പ് കുത്തി കിളിപ്പിച്ചതാണിത്. ഇത് ഓപ്പാൽ ഓറഞ്ചിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടൊരു ചെടിയാണ്. ചെറിയ ഒരു ബ്രാഞ്ച് കുത്തി കൊടുത്ത് നോക്കൂ, എത്ര നല്ല ബ്രാഞ്ചുകളാണ് അതിൽ നിന്നും വന്നിരിക്കുന്നതെന്ന്. ഹെൽത്തിയായ ബ്രാഞ്ചുകൾ. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചുകളിലെല്ലാം പൂക്കളുമുണ്ട്. ഇത് ബട്ടർഫ്ലൈ വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീവ്സിന് വേരിയേഷനുണ്ട്. നല്ല റെഡ് കളറിലുള്ള പൂക്കളാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ വളർത്താനായിട്ട് വളരെ നല്ലതാണ്.
ഇത് കണ്ടോ, ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയാണ്. സുഫിയ ഇന്ത്യാനയുടെ ഒരു ചെറിയ തൈയാണിത്. ഇത് വളർന്നു വലുതായപ്പോൾ അഗ്രഭാഗം കട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നെല്ലാം നല്ല ചെറിയ തളർപ്പുകളുണ്ടായി. അതിലെല്ലാം നിറച്ച് പൂക്കളും വന്നു. ഇവിടെ ഇരിക്കുന്ന ഈ ചെടികൾക്കെല്ലാം ഫ്ലവർ ബൂസ്റ്റർ ഇട്ട് കൊടുത്തപ്പോഴാണ് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ വന്നത്. നമുക്ക് ഫ്ലവർ ബൂസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ DAP ആണ്. പിന്നെ 1 സ്പൂണ് NPKയുടെ 19-19-19, പിന്നെയുള്ളത് പൊട്ടാഷാണ്. ഈ 3 കൂട്ടവും കൂടെ യോജിപ്പിച്ചാണ് നമ്മൾ ഫ്ലവർ ബൂസ്റ്റർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് തുല്യ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് 5 ഗ്രാം വീതം. ഇപ്പം നമുക്ക് കൂടുതൽ ചെടിക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ കൂടുതൽ വളമെടുക്കണം. അതിനായിട്ട് ഏതെങ്കിലും ഒരു അളവ് പാത്രം എടുത്തിട്ട് ആ അളവ് പാത്രത്തിന് ഒരു പാത്രം DAPയും ഒരു പാത്രം NPKയുടെ 19-19-19 എന്ന് പറയുന്ന വളവും പിന്നെ പൊട്ടാഷ്യം അതും ഒരു പാത്രം. അപ്പോൾ ഏത് അളവ് പാത്രമാണോ ആ അളവ് പാത്രത്തിന് തുല്യ അളവിലെടുക്കുക ഈ 3 സാധനങ്ങളും. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും 1 സ്പൂൺ എന്ന് പറയുന്നത് 5 ഗ്രാമിൻ്റെ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ സാധാരണ ചെടികൾക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ 5 ഗ്രാമിൻ്റെ 1 സ്പൂണിന് 1 സ്പൂൺ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരേ അളവിൽ എന്ന് പറഞ്ഞാൽ എന്തളവാണ് എന്ന് എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. 2-3 ചെടിയുള്ളവർക്ക് കുറച്ച് വീതം എടുത്താൽ മതി. അതായത് 1 സ്പൂൺ DAP, 1 സ്പൂൺ 19-19-19, പിന്നെ 1 സ്പൂണ് പൊട്ടാഷ്. ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നും 1 സ്പൂൺ എടുത്തിട്ട് ആ 1 സ്പൂണ് ചെടിയുടെ ചുവട്ടിൽ തണ്ടിൽ കൊള്ളാതെ ചട്ടിയുടെ അരികിലൂടെ ഇട്ട് കൊടുക്കാം. ഈ 1 സ്പൂൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, അത് 5 ഗ്രാമിൻ്റെ 1 സ്പൂണായിരിക്കണം. ഇതുപോലെ ഇതിപ്പോൾ 5 ഗ്രാമിൻ്റെ 1 സ്പൂണാണ്. ആ സ്പൂണിന് 1 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെടിക്ക് ഇത്രയും മാത്രമേ ഇടാവുള്ളൂ. ഇത് സാമാന്യം പ്രായമായ ചെടിയാണ്. അതുപോലെ ചട്ടിയും ഇത്രയും വലുതാണ്. അതുകൊണ്ടാണ് ഈ 5 ഗ്രാം കൊടുക്കുക. എന്നാൽ ചെറിയ ചെടികൾക്കാണെങ്കിൽ ഇതിൻ്റെ പകുതിയേ കൊടുക്കാവുള്ളൂ. തീർത്തും ചെറിയ ചെടികൾക്ക് 1 നുള്ളു മാത്രമേ കൊടുക്കാവൂ. അങ്ങനെ അളവ് കുറയ്ക്കണം. ഇത് കൂട്ടുവളമായതുകൊണ്ട് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ അളവ് കുറച്ച് മാത്രമേ കൊടുക്കാവൂ. ഞാനിപ്പോൾ കാണിച്ച പോലെ വലിപ്പത്തിലുള്ള ചെടികൾക്ക് 5 ഗ്രാം കൊടുക്കാം. ഇതുപോലെ വലിയ ചെടികൾക്കും നമുക്ക് വലിയ ചട്ടിയിലിരിക്കുന്നതിനും നമുക്ക് 5 ഗ്രാം കൊടുക്കാം. തീരെ ചെറിയ ചെടികൾക്ക് കുറച്ച് മാത്രം കൊടുക്കുക. വളമിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ആ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അടിയിലെ ഹോളിലൂടെ പോകുന്ന രീതിയിൽ ഒഴിക്കരുത്. ഈ വളങ്ങളെല്ലാം വെള്ളത്തിൽ പെട്ടെന്ന് അലിയുന്നതാണ്. അതുകൊണ്ട് വളം ഒലിച്ചു പോകും. അപ്പോൾ അങ്ങനെ കൊടുക്കരുത്, കുറച്ച് വെള്ളം കൊടുക്കുക. നമുക്കിനി ഈ കവറിനകത്തിരിക്കുന്ന ചെടിയെ കുറച്ച് വളർന്ന ചെടിയാണെങ്കിൽ പൂവിടാറായ ചെടിയാണ്, പൂ വന്നിട്ടില്ലെങ്കിൽ ഈ വളം കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ഇതിൻ്റെ ചോടി ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് വളം കൊടുക്കാം. കണ്ടോ, ഈ ചെടിക്ക് പൂക്കളൊന്നും വന്നിട്ടില്ല, എന്നാൽ ചെടി നല്ല ഹെൽത്തിയാണ്, വളർന്നിട്ടുമുണ്ട്. ഇതിന് ഞാൻ നേരത്തെ ഫ്ലവറിംഗ് ബൂസ്റ്റർ കൊടുക്കാഞ്ഞതാണ്. അപ്പോൾ ചെടി ചെറുതായിരുന്നു, മറ്റു ചെടികളെ പോലെ വലിപ്പം വെച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കാഞ്ഞത്. ഇതുപോലെ 1 നുള്ളെടുക്കുക. 1 നുള്ളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവിരൽ 3 വിരലിന് ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്നത് എന്താണോ അത്രയും മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അതിനാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ 1 നുള്ളെന്ന് പറയുന്നത്. 3 വിരലിൻ്റെ ഇടയ്ക്ക് നുള്ളി എടുക്കുക. അപ്പോൾ അതിട്ട് നമ്മൾ ഈ ഇളക്കിയ മണ്ണിനോട് ചേർത്ത് കൊടുക്കാം. തണ്ടിനോട് ചേർക്കാതെ കവറിൻ്റെ അഗ്രഭാഗത്തൂടെ ഇട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് അടുത്ത് പെട്ടെന്ന് താഴേക്ക് അതിൻ്റെ ഹോളിലൂടെ പോകാതെ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. പെട്ടെന്ന് ഇത് ചെടിയെ അബ്സോർബ് ചെയ്യും. വേഗം അലിയുന്ന വളങ്ങളാണ്. അതുകൊണ്ട് ചെടി പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. പിറ്റേ ദിവസം 3 ദിവസം അടുപ്പിച്ച് നമ്മൾ വളമിട്ടതിന് ശേഷം വെള്ളം ഒഴിക്കണം. അപ്പോഴെല്ലാം കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. ഈ ചെടികളെല്ലാം സെയിലിനായിട്ടുള്ളവയാണ്. ഞാനീ പറഞ്ഞ വെറൈറ്റികളാണ് ഇവിടെ സെയിലിനായിട്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഈ ചെടി ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്.
വളരെ കുറച്ച് മാത്രം പൂക്കളുമായിട്ട് നിൽക്കുന്ന ബോഗൺവില്ലകളാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ഈ വളം കൊടുത്താൽ തീർച്ചയായിട്ടും അതിൽ നിറയെ പൂക്കളുണ്ടാകുന്നതാണ്. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ തന്നെ പൂമുട്ടുകൾ നിറയുന്നതാണ്. നമുക്ക് പൂക്കളില്ലാത്ത ചെടികൾക്ക്, അത് ഏത് ചെടിയാണെങ്കിലും, ബോഗൺവില്ല മാത്രമല്ല ഏത് പൂച്ചെടികൾക്കും പൂക്കൾ കുറവാണെങ്കിൽ ഈ ഫ്ലവറിംഗ് ബൂസ്റ്റർ നമുക്ക് കൊടുക്കാവുന്നതാണ്. പൂക്കളില്ലാത്ത ചെടി നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാവും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.